എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഞാൻ സോഷ്യോളജി +1 സോഷ്യോളജി 2019-20 ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും ഓണപരീക്ഷയാണ്. അപ്പൊ നമുക്ക് ഇത്തരം ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. അപ്പൊ നോക്കിയാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് വരിക. അതിൽ നിങ്ങൾക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫസ്റ്റ് പേജിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ സമയം പോലെ വായിച്ചു നോക്കുക. 5 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് ഇത് ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉത്തരം എഴുതണം, അല്ലെങ്കിൽ എപ്രകാരമൊക്കെ ഉത്തരം എഴുതണം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. അപ്പൊ ആ കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിക്കണം. എന്നിട്ടൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ആ 5-15 മിനിറ്റിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ആൻസർ എഴുതാനായിട്ട് തുടങ്ങാം. ഈ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാം, വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാണ്ട് പരീക്ഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ശ്രദ്ധിക്കുക. അപ്പോ പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിലേക്ക് ചാടി വീഴാണ്ട് നമ്മൾ വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നോക്കി, ഓരോ ക്വസ്റ്റ്യൻസിന്റെ മുകളിലും ബോൾഡ് ആക്കിയിട്ട് ഓരോ ലൈൻ കൊടുത്തിട്ടുണ്ടാവും. അതെന്താ, ഓരോ ഇൻസ്ട്രക്ഷൻസാ. അതായത് ഇത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ എഴുതണം. ചിലപ്പോൾ 5-6 തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് 2-3 നമ്മൾ എഴുതിയാൽ മതിയായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഇത് നോക്കി, ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 6 ഈച്ച് ക്യാരീസ് 1 സ്കോർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഏതെങ്കിലും 5 1 തൊട്ട് 6 വരെയുള്ള ചോദ്യത്തിന് ഏതെങ്കിലും 5 എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് കുറച്ച് എഴുതിയാൽ മതിയായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് നോക്കാണ്ട് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാണ്ട് ചിലപ്പോൾ അങ്ങനെ ആൻസർ എഴുതി പോവാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാം. നമുക്ക് നിശ്ചിത മാർക്ക് മാത്രമേ ഉണ്ടാവൂ. അല്ലെങ്കിൽ ഇപ്പോ ഇത്രയാകെ 2.5 മണിക്കൂറാണ് നമുക്ക് സമയം. അപ്പോ എല്ലാ മാർക്കും സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് മാർക്കിനനുസരിച്ചുള്ള ആൻസർ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യനിലേക്ക് വരാനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്നാണ് പറയാനുള്ളത്. അപ്പൊ നോക്കിയേ, സോഷ്യോളജി ആണ് ഡിസ്കസ് ചെയ്യുന്ന +1 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2019 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. നോക്കിയേ, ഓണപരീക്ഷയുടെ പേപ്പർ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, അക്കോർഡിംഗ് ടു C.W. Mills, the objective of sociological imagination is. കണ്ടോ, ക്വസ്റ്റ്യൻ വരുന്ന വരവ് കണ്ടോ. അതായത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ചിലപ്പോൾ 1-2 ലൈൻ നമ്മൾ വിടാനും ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏതെങ്കിലും മൂലയ്ക്കുന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഡാഷ് ഒക്കെ ഇട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. പക്ഷെ പേടിക്കാനൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻസ് തരും. പക്ഷെ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ ക്വസ്റ്റ്യൻ, എന്താ, ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. മലയാളം തന്നിട്ടുണ്ട്. മലയാളം നോക്കി നോക്കാം. എന്താ, മില്ലിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ ശാസ്ത്രീയപരമായ സങ്കല്പത്തിന്റെ ലക്ഷ്യമാണ് ഡാഷ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ, നമുക്കറിയാം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുക നോക്കി, സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ, സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റഡി ഓഫ് സോഷ്യൽ പ്രോസസ്, സ്റ്റഡി ആൻഡ് അൺറാവൽ ദ കണക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് പബ്ലിക് ഇഷ്യൂ. അപ്പൊ അതിൽ ഏതാണ് ആൻസർ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ, നമുക്കറിയാം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്, ഡി ആണ് അതിന്റെ ആൻസർ. എന്താ, സ്റ്റഡി ആൻഡ് അൺറാവൽ ദ കണക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് പബ്ലിക് ഇഷ്യൂ. പേഴ്സണൽ പ്രോബ്ലവും പബ്ലിക് ഇഷ്യൂവും തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് എന്ത് ഇവിടെ മിൽസ് എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടി. അപ്പൊ ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ്, അതിൽ ഏതാണോ ശരിയെന്ന് വെച്ചാൽ നമുക്ക് അതിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എക്സാമിന് എങ്ങനെ ഉത്തരം എഴുതാം, ഒന്നില്ലെങ്കിൽ ഈ സെന്റൻസ് അങ്ങനെ എടുത്തിട്ട് ആ ഡാഷിന്റെ അവിടെ പൂരിപ്പിക്കാം, അല്ലെങ്കിൽ ഡി എന്ന് കൊടുത്തിട്ട് ആ ഓപ്ഷൻ ജസ്റ്റ് എഴുതി വെച്ചാലും മതി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, സോഷ്യോളജി ഈസ് ഡീംഡ് ടു സ്റ്റഡി ഓഫ് മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റി whereas dash was deemed to study of simple and primitive society എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആ ഡാഷിലോടത്ത് നമ്മൾ പൂരിപ്പിക്കണം. ഡാഷിലോടത്ത് പൂരിപ്പിക്കാൻ നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ടോ, യാതൊരു തരത്തിലുള്ള ഓപ്ഷൻസും ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്രത്തോളം ടെക്സ്റ്റ് നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചു പോവുക, ഓരോ ലൈനും വായിച്ചു പോവുക. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയ ടേംസ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാറുണ്ട് ടെക്സ്റ്റിനകത്ത്. അപ്പോൾ ആ ടേംസ് മാത്രമല്ല, അത് എന്താണെന്ന് കൂടി അതിന്റെ ഡെഫിനേഷനും കൂടി പഠിച്ചു വെക്കുക എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത പക്ഷം നമ്മൾ അത് കാണാതെ പഠിക്കേണ്ടതുണ്ട്.
ഓക്കെ, അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നേ? ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ക്വസ്റ്റ്യൻ: സമൂഹശാസ്ത്രം ആധുനിക സങ്കീർണ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നു, അതേസമയം ഡാഷ് പ്രാകൃത ലളിത സമൂഹങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം പ്രിമിറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന, നമ്മുടെ ടെക്സ്റ്റിനകത്ത് പരാമർശിക്കുന്നുണ്ട്, പ്രിമിറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനം ഏതായിരുന്നു? ആന്ത്രോപോളജിയാണ്. ഓക്കെ, ഈ സോഷ്യോളജി മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ ഏതാണ് പ്രിമിറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത്? ആന്ത്രോപോളജിയാണ്, നരവംശാസ്ത്രമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റാറ്റസ്, അതിന്റെ നേരെ അപ്പുറത്തെ കോളം ഒക്യുപ്പൈഡ് ആണ് അല്ലെ. രണ്ടാമത്തതോ ഡാഷ്, അതിന്റെ അപ്പുറത്ത് പ്ലേഡ് ആണ്. അപ്പൊ എന്താണ് സ്റ്റാറ്റസിന്റെ താഴെ വരുന്നത്? എന്തായിരിക്കും അവിടെ വരുന്നത്? റോളാണ്. ഓക്കെ, പങ്ക്. അത് അതേപോലെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരിക, അല്ലാണ്ട് പുറമേന്ന്, അതായത് ഇങ്ങനത്തെ വൺ വേർഡ് ഒക്കെ അധികം നിങ്ങൾ ഡയറക്റ്റ് ടെക്സ്റ്റിനകത്തുള്ള പാരഗ്രാഫ് വൈസ് അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്തുള്ള സംഭവങ്ങൾ തന്നെയാണ് എന്ത് വരാറുള്ളത് എന്നുള്ളത്. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. മൂന്നാമത്തെ ആൻസർ എന്താ? റോൾ ആണ്, അല്ലെങ്കിൽ പങ്ക് ആണ് കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? The kinds of value attached to the status or to the office is called dash. എന്താ ചോദ്യം? The kind of values attached to the status or to the office is called. ആറാമത്തെ ചോദ്യം: പദവിയോടോ സ്ഥാനമാനങ്ങളോടോ ബന്ധപ്പെട്ടിരിക്കുന്ന മൂല്യത്തെ ഡാഷ് എന്ന് പറയാം. എന്താ അവിടെ ഉത്തരമായിട്ട് വരിക? അപ്പോ ട്രഡീഷണൽ സൊസൈറ്റി ആണ് അവിടെ ആൻസർ, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള സമൂഹം എന്നുള്ളതാണ് അവിടെ ആൻസർ വരിക. അപ്പൊ ഇതിലൊന്നും നമുക്ക് ഓപ്ഷൻ ഇല്ല, ഇതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, എഴുതേണ്ട ഒരു ചോദ്യമാണ് എന്നുള്ളതാണ്. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താ? സൊസൈറ്റീസ് മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ വിത്തൗട്ട് എ മോഡേൺ ഗവൺമെന്റൽ apparatus is known as. എന്താ വരുന്നത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സോറി, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The kinds of value attached to the status or to the office is called prestige ആണ്. എനിക്ക് മാറിപ്പോയതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പ്രസ്റ്റീജ് ആണ്. ഓക്കെ, അന്തസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എന്ത്? ട്രഡീഷണൽ സൊസൈറ്റി എന്നുള്ളത്. എനിക്ക് മാറിപ്പോയതാണ്, നിങ്ങൾക്ക് മാറിപ്പോയരുത്. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ട് പ്രസ്റ്റീജ് ആണ് കേട്ടോ, അന്തസ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സൊസൈറ്റീസ് മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ വിത്തൗട്ട് എ മോഡേൺ ഗവൺമെന്റൽ അപ്പാരറ്റസ് ഇസ് നോൺ ആസ്. എന്താണ്? പരമ്പരാഗതമായിട്ടുള്ള സമൂഹം, അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റി. ഓക്കെ, സ്ലൈഡ് ഇങ്ങനെ മാറിപ്പോകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആധുനിക ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ സാമൂഹിക ക്രമം നിലനിർത്തിയിരിക്കുന്ന സമൂഹങ്ങളെ എന്തു പറയുന്നു? പരമ്പരാഗത സമൂഹം. ഓക്കെ, ആധുനിക ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ സാമൂഹിക ക്രമം നിലനിർത്തിയിരുന്ന സമൂഹങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പരമ്പരാഗത സമൂഹം, അല്ലെങ്കിൽ ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഇനി ആറാമത്തെ ചോദ്യം എന്താ? മതങ്ങളുടെ മണ്ഡലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പൊ അങ്ങനെ ഓരോ ഡിവിഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിനകത്തുണ്ട്, അതേപോലെ തന്നെയാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്താ? മതങ്ങളുടെ മണ്ഡലങ്ങൾ. എന്താണ്? റിലം ഓഫ് റിലീജിയൻ എന്നാ പറയുന്നത്. എന്താ റിലം ഓഫ് റിലീജിയൻ? ഒന്ന് വന്നിട്ടുണ്ട്, എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? വിശുദ്ധം അല്ലെ. ഓക്കെ, വിശുദ്ധമാണ്. അപ്പൊ രണ്ടാമത്തത് എന്തായിരിക്കും? എന്താണ്? അശുദ്ധം, അല്ലെങ്കിൽ പ്രൊഫൈൻ എന്നുള്ള ആൻസർ ആണ് അവിടെ വരിക. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. പക്ഷെ നമ്മളിവിടെ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ അറിയുന്ന ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 1 മുതൽ 6 വരെയുള്ള ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരുന്നു? ഡി ആണ് ആൻസർ. അതായത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും പഠിക്കാനാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വരുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ നമ്മൾ പറഞ്ഞത്? ആന്ത്രോപോളജി ആണ്, അല്ലെങ്കിൽ നരവംശ ശാസ്ത്രമാണ്. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു പങ്കാണ്, അല്ലെങ്കിൽ റോൾ ആണെന്ന് പറഞ്ഞു. പിന്നെയോ നാലാമത്തത് പ്രസ്റ്റീജ് ആണ്. അഞ്ചാമത്തതോ ട്രഡീഷണൽ സൊസൈറ്റി, അല്ലെങ്കിൽ പരമ്പരാഗത സമൂഹം എന്ന് പറയും. ആറാമത്തത് വന്നിട്ട് വിശുദ്ധം ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, അപ്പുറത്ത് എന്താണ്? അശുദ്ധം, അല്ലെങ്കിൽ പ്രൊഫൈൻ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ അതിന്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിക്കണം. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാൻ. 7 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് ഇതിൽ 4 എണ്ണം മാത്രം എഴുതിയാൽ മതി.
ഓക്കെ, ചിലപ്പോൾ എല്ലാം നമുക്ക് അറിയുന്നുണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാം എഴുതാൻ പറ്റില്ല. എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 മാത്രം എന്ത് ചെയ്യുക, ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. എന്റെ ക്വസ്റ്റ്യൻ എന്താ, ശക്തിയും അധികാരവും വേർതിരിക്കുക എന്നാ പറയുന്നത്. പവറും പിന്നെ അതേപോലെ തന്നെ അതോറിറ്റി, അങ്ങനെ ഒരു ഭാഗം ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ട്. പവറും അതോറിറ്റിയും എന്ത് ചെയ്യണം, വേർതിരിക്കണം എന്നുള്ളതാ പറയുന്നത്. അപ്പൊ എന്താണ് പവർ എന്ന് എഴുതണം, എന്താണ് അതോറിറ്റി എന്നും എഴുതണം. എന്താണ് പവർ അല്ലെങ്കിൽ ശക്തി, എന്താണ് സംഭവം? അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയോ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ ശക്തി എന്ന് പറയുന്നത്. ഇനി അതോറിറ്റി ആയാലോ അല്ലെങ്കിൽ അധികാരമായാലോ അത് അംഗീകരിക്കപ്പെടുന്ന നിയമാനുസൃതമായിട്ടുള്ള ഒരു ശക്തിയാണ്. അപ്പൊ രണ്ടും എന്താണ്, ഒരു കൈൻഡ് ഓഫ് ശക്തിയാണ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്താണ്, പവർ ആണ്. പക്ഷെ അത് രണ്ടും വേർതിരിച്ച് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ രണ്ടെണ്ണത്തിന്റെയും ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ അവിടെ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, ധർമ്മസ്ഥിരത പങ്ക് മാതൃവൽക്കരിക്കൽ എന്തെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. എന്താ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത് നോക്കിയേ, എക്സ്പ്ലെയിൻ റോൾ സ്റ്റീരിയോടൈപ്പിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. സ്റ്റീരിയോടൈപ്പ് ആണ്, സ്റ്റീരിയോടൈപ്പ് നമ്മൾ പറയാറുണ്ട്. എന്താണ് സ്റ്റീരിയോടൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ ഇവിടെ അത് എക്സാമ്പിൾ സഹിതം നമ്മളെടുത്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ള, ടെക്സ്റ്റിനകത്ത് വരുന്നതാണ്. എക്സാമ്പിൾ സഹിതം ടെക്സ്റ്റിനകത്ത് നമ്മൾ പഠിക്കുന്നതുമാണ്. എന്താ സ്റ്റീരിയോടൈപ്പ് അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിംഗ് എന്നാ പറയുന്നത്. ഓക്കെ, അതായത് ചില വ്യക്തികളുടെയും അല്ലെങ്കിൽ ചില വ്യക്തികളെയും കൂട്ടങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു അമിതമായ എന്നാൽ വളരെ ലളിതമാക്കപ്പെട്ട സ്ഥിരമായ ആശയങ്ങളാണ് എന്ത്, സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്ത്രീകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ഇന്ന പദവി, അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ഇന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൗസ് വൈഫ് അല്ലെങ്കിൽ വീട്ടുപണിക്കാർ അല്ലെങ്കിൽ അധ്യാപനം, നഴ്സിംഗ്, ഇത്തരത്തിലുള്ള പോലെയുള്ള പരിപാലനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാലന പദവികൾക്ക് അനുയോജ്യമാണ് സ്ത്രീകൾ എന്നാണ് അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം, ഇതൊക്കെ അല്ലെങ്കിൽ ഇത് ഈ ഒരു പദവിക്ക് അനുയോജ്യമായവരാണ് എന്ത്, ഈ എന്താണ് ആര്, നമ്മുടെ പുരുഷന്മാര് എന്നുള്ളതാണ്. ആ രണ്ട് എക്സാമ്പിൾസ് ആണ് നിങ്ങൾ അവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ചില വ്യക്തികളെയും അതുപോലെ തന്നെ ചില കൂട്ടങ്ങളെയും കുറിച്ചുള്ള അമിതമായ അല്ലെങ്കിൽ അവരെ കുറിച്ച് അമിതമായ അല്ലെങ്കിൽ ലളിതമാക്കപ്പെട്ട സ്ഥിരമായ ആശയങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് നമ്മളെ അമ്മയും അച്ഛനെയും നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലേക്ക് വരണം. അതായത് അമ്മയും അച്ഛനെയും അല്ല, പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇന്ന പദവി, ആണുങ്ങൾക്ക് ഇന്ന പദവി, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലി, നഴ്സിംഗ്, അതുപോലെ തന്നെ എന്താണ് അധ്യാപനം എന്നുള്ളതൊക്കെ. നേരെ മറിച്ച് പുരുഷന്മാർക്കാണെങ്കിൽ ലീഡർഷിപ്പാണ്, നേതൃത്വം എന്നുള്ള പദവിയിലേക്കാണ് അവര് സ്യൂട്ടബിൾ എന്നാണ് അതിന് രണ്ട് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അടുത്തത് എന്താ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു മൈക്രോ ആൻഡ് മാക്രോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ ഈ മൈക്രോ മാക്രോ എന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷ്മവും സ്ഥൂലവും എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് സ്റ്റേറ്റ്, ഫാമിലി, മാരേജ്, റിലീജിയൻ, അങ്ങനെ 4 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് എന്ത് ചെയ്യണം, മൈക്രോ മാക്രോ രണ്ടാക്കി തിരിക്കണം, സ്ഥൂലവും സൂക്ഷ്മവും ആക്കി തിരിക്കണം. ഫസ്റ്റ് കോളം നിങ്ങൾക്ക് കോളം വരച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ കോളം വരയ്ക്കാണ്ട് എഴുതാം. എങ്ങനെ കോളം വരയ്ക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മൈക്രോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാ വരിക എന്നുള്ളതും മാക്രോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ പറഞ്ഞിട്ടുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാ വരിക എന്നുള്ളതുമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ മൈക്രോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ സൂക്ഷ്മം ആയിട്ടുള്ളതിൽ ഏതാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഫാമിലി അതിൽ വരും. ഫസ്റ്റ് കോളത്തിൽ ഫാമിലി വരും, പിന്നീട് അതിൽ വരിക മാരേജ് ആണ് വരിക. ഇനി മാക്രോ ഇൻസ്റ്റിറ്റ്യൂഷനിലായി കഴിഞ്ഞാലോ സ്റ്റേറ്റ് വരും, റിലീജിയൻ വരും. അപ്പൊ ഈ 4 രണ്ടെണ്ണം രണ്ടിലും, ഒന്നില് 2 മറ്റൊന്നില് 2 ഇതാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് അറിയണം, ഏതാണ് ഏതിലൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയണം. ഈ 4 നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതണം എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിഫൈൻ പൊളിറ്റിക്കൽ സോഷ്യോളജി. പൊളിറ്റിക്കൽ സോഷ്യോളജിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതണം, അതായത് ഇപ്പൊ നമുക്ക് പറയാം, സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻക്ലൂഡിംഗ് ദ സോഷ്യൽ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ, പവർ ആൻഡ് അതോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് അത്,
പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്തിന്റെ റിലേഷൻഷിപ്പ് ആണ്? സൊസൈറ്റിയും അതേപോലെ തന്നെ പൊളിറ്റിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്, ബന്ധമാണെന്ന് നമുക്ക് പറയാം. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സോഷ്യൽ കോസസ്, കോൺസിക്വൻസസ്, പൊളിറ്റിക്കൽ ബിഹേവിയർ, പവർ, അതോറിറ്റി, അതായത് രാഷ്ട്രീയ പെരുമാറ്റം, ശക്തി, അധികാരം എന്നിവയൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ ഇതിൽ പെടുന്നുണ്ട്, നമ്മൾ ആ ഒരു പഠനത്തിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്നല്ല, നിങ്ങൾ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് നല്ലതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ 10th ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി 11th ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റസ് സീക്വൻസ് ആൻഡ് സ്റ്റേറ്റസ് സെറ്റ്. അതും നമ്മുടെ ടെക്സ്റ്റിനകത്ത് വരുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പദവിക്രമവും പദവിക്കൂട്ടവും വേർതിരിച്ചെഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതാണ് സ്റ്റാറ്റസ് സീക്വൻസും അതേപോലെ തന്നെ സ്റ്റാറ്റസ് സെറ്റും. അപ്പൊ അത് രണ്ടും വേർതിരിച്ച് തന്നെ എഴുതണം. ഇപ്പൊ ഒന്നിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട് അടുത്തിന്റെ ഡെഫിനിഷൻ എന്തായാലും അവിടെ വരണം. അത് തന്നെയാണ് നമ്മൾ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ആ ടെക്സ്റ്റിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് സ്റ്റാറ്റസ് കോൺസിക്വൻസസ്? എന്താണ് പദവിക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസ്. സീക്വൻസ് എന്ന് നമുക്ക് പറഞ്ഞാൽ അറിയാലേ, സീക്വൻസ് എന്താ? ഒന്നിന്റെ തുടരെയായിട്ടുള്ളത് ഒന്നാണ് സീക്വൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരാൾ ജീവിതകാലത്ത് തുടർച്ചയായിട്ട് കൈവരിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ നില, അതിന്റെയൊക്കെ ഒരു പരമ്പരയെയാണ് എന്ത് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റസ് സീക്വൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ജീവിതകാലത്ത് തുടർച്ചയായിട്ട് കൈവരിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പദവിയുടെ നിലയുടെ പരമ്പരയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ ഒരാൾക്ക് ഒരേ സമയം, അല്ലെങ്കിൽ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു വിദ്യാർത്ഥി പിന്നീട് എന്താവും? ഒരു ബിരുദധാരി, പിന്നീട് ഒരു ജോലിക്കാരനാവും, പിന്നീട് ഒരു കുടുംബനാഥനാവും. ആ ഒരു സീക്വൻസ് കണ്ടോ? ഒരു വിദ്യാർത്ഥിയാവും, സ്കൂളിൽ പഠിക്കും, പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കും, പിന്നീട് നമുക്ക് ജോലി കിട്ടും, പിന്നീട് നമ്മളൊരു കുടുംബനാഥനാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒരു വ്യക്തി ഒരേ സമയം കൈവശം വെക്കുന്ന എല്ലാ നിലകളുടെയും അല്ലെങ്കിൽ എല്ലാ നിലകളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? ഈ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരേ സമയം എന്ന് പറയുമ്പോ ഇപ്പോ നോക്കിയേ, വിദ്യാർത്ഥി, മകൻ, ഫ്രണ്ട്, തൊഴിലാളി തുടങ്ങിയ എല്ലാ പദവികളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യുക? വേർതിരിച്ച് എഴുതുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ സഹിതം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതകാലത്ത് തുടർച്ചയായി കൈവരിക്കുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ പരമ്പരയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എന്ത് പറയാം? ഒരു വിദ്യാർത്ഥി ഒരു ബിരുദധാരിയാവുന്നു, പിന്നെ ഒരു ജോലിക്കാരൻ, പിന്നെ ഒരു കുടുംബനാഥനാവുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരേ സമയം കൈവശം വയ്ക്കുന്ന എല്ലാ നിലകളെയും എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ഒരേ സമയം, ഇപ്പൊ ഒരാൾക്ക് ഒരേ സമയം വിദ്യാർത്ഥി, മകൻ, ഫ്രണ്ട്, തൊഴിലാളി തുടങ്ങിയ എല്ലാവിധ പദവികളും അയാൾ കൂടെ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ അതെന്താണ്? അത് തീർച്ചയായിട്ടും സ്റ്റാറ്റസ് സെറ്റിന് ഒരു എക്സാമ്പിൾ ആണ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള വേർതിരിച്ച് എഴുതാൻ പറയുമ്പോൾ രണ്ട് സംഭവങ്ങൾ, രണ്ട് ടേം വേർതിരിച്ച് എഴുതാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമ്പിൾ സഹിതം എഴുതുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഏകദേശം, അപ്പൊ 7 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. ഇതിൽ ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കി കളയാം. അപ്പൊ ഏറ്റവും അറിയാത്തത് തന്നെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് അറിയുന്നത് എന്ത് ചെയ്യുക? അറിയുന്ന 4 നിങ്ങൾ ആൻസറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം. അപ്പൊ ഇൻസ്ട്രക്ഷൻ നോക്കിയേ. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 12 to 16 എന്നാ പറയുന്നത്. അപ്പൊ 12 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. അടുത്ത 12ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, എല്ലാ എക്സാംസിനും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് എക്സാമിന് ആയിക്കോട്ടെ, ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് എന്ത്? ഗ്രോത്ത് ഓഫ് സോഷ്യോളജി. ഇന്ത്യയില് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി അതും ചോദിക്കാം, പിന്നെ സോഷ്യോളജിയുടെ ഗ്രോത്തും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഗ്രോത്ത് ഓഫ് സോഷ്യോളജി അപ്പൊ നമ്മളത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതായത് ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും അത് മസ്റ്റായിട്ടും എഴുതേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. അതായത് നിങ്ങൾ വായിച്ചു നോക്കുക, ടെക്സ്റ്റിനകത്ത് വളരെ വൈഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പറയുന്നുണ്ട് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. എന്താണ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ? അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, നമുക്കറിയാം, വ്യവസായവൽക്കരണത്തിന്റെയും അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിന്റെയും ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്? കൊളോണിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാണ് ഇന്ത്യയിൽ അതിന്റെ ആഘാതം എന്നാണ് പറയുന്നത്. അപ്പൊ വെസ്റ്റേൺ കൺട്രീസ് ഇൻഡിജിനസ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ സംരക്ഷിച്ചുകൊണ്ടാണ് വ്യവസായവൽക്കരണം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മറുവശത്തോ ഇന്ത്യയിലെ കൊളോണിയൽ ഇൻഡസ്ട്രിയലൈസേഷൻ അതിന്റെ പരമ്പരാഗത വ്യവസായങ്ങളെ നശിപ്പിച്ചുകൊണ്ടേ
അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടൊക്കെയാണ് അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, പിന്നീട് അതിൽ പറയുന്നത് നരവംശശാസ്ത്രവും അതുപോലെ തന്നെ സോഷ്യോളജിയുടെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ നരവംശശാസ്ത്രം ആൻഡ് സോഷ്യോളജി എന്താണ് അതിന് സെപ്പറേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രിമിറ്റീവ് പീപ്പിളിൽ നിന്ന് എന്താണ് ആദ്യം അവർ പ്രിമിറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ആളുകളെ കുറിച്ചൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് പെസൻസിനെ കുറിച്ചും സോഷ്യൽ ക്ലാസസിലേക്കൊക്കെ അവരുടെ പഠനം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ നരവംശശാസ്ത്രം പിന്നീട് രണ്ടിനെയും, അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു ടേം പിന്നീട് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ട്. അതൊന്നും കൂടെ വൈഡ് ആക്കിയിട്ട് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതുക, വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. അപ്പൊ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം നമുക്ക് സോഷ്യോളജിയുടെ ഗ്രോത്താ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ ആന്ത്രോപോളജി ആയിരുന്നു ആദ്യം ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു. പിന്നീട് പെസൻസ് ക്ലാസ്, സോഷ്യൽ ക്ലാസ്സിലേക്കൊക്കെ അവർ മാറി. പിന്നീട് ഈ ഒരു സോഷ്യൽ നരവംശ ശാസ്ത്രം അല്ലെങ്കിൽ സാമൂഹ്യ നരവംശ ശാസ്ത്രം സോഷ്യൽ ആന്ത്രോപോളജി എന്നുള്ളത് പിന്നീട് സെപ്പറേറ്റ് ആവുകയാണ് ചെയ്തത്. അതായത് ആന്ത്രോപോളജി ആയിട്ടും സോഷ്യോളജി ആയിട്ടും ഒക്കെ മാറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടിനെയും രണ്ടായിട്ട് വിഭജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മോഡേൺ സ്റ്റേറ്റ്സ് ഹാവ് സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. ദീസ് ഇൻക്ലൂഡ് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. ഡിസ്ക്രൈബ് സോഷ്യൽ റൈറ്റ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോഷ്യൽ റൈറ്റ്, സാമൂഹിക അവകാശം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനൊക്കെ. അപ്പോൾ പല കാര്യങ്ങളും സിവിൽ, പൊളിറ്റിക്കൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ വേറെയും ഉത്തരം വേറെയും ആവരുത്. അപ്പോ ഓക്കെ, ഇതില് ഡിസ്ക്രൈബ് സോഷ്യൽ റൈറ്റ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സോഷ്യൽ റൈറ്റ്സ് മാത്രം എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ എഴുതണ്ട. സോഷ്യൽ റൈറ്റ്സ് എന്താന്ന് മാത്രം ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അതായത് ഓരോ വ്യക്തിക്കും മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എന്താ പറയാ എക്കണോമിക് വെൽഫെയറും സെക്യൂരിറ്റിയും ഒക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേണമല്ലോ സാമ്പത്തിക എന്താ പറയാ ക്ഷേമം, സുരക്ഷിതത്വം, ഇതൊക്കെ ഓരോ വ്യക്തികൾക്കും എൻജോയ് ചെയ്യാൻ എന്താ പറയാ വേണ്ട വിധത്തില് അവകാശം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉള്ളതാണത് ആ ഒരു അവകാശം. അപ്പൊ കൂടെ എന്താണ്, അതായത് ഓരോ വ്യക്തികൾക്കും മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് എക്കണോമിക് വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എൻജോയ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ് എന്ത് ഈ സാമൂഹിക അവകാശം അല്ലെങ്കിൽ സോഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ടോ അതിന്റെ കൂടെ ഏതോട് ഉൾപ്പെടണം എന്നാ പറയുന്നത്? ആരോഗ്യ ആനുകൂല്യങ്ങള്, തൊഴിലില്ലായ്മ, അലവൻസ്, കുറഞ്ഞ വേതനം എന്നിവയൊക്കെ അത് ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ സാമ്പത്തിക ക്ഷേമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു മിനിമം ലെവൽ ഓഫ് വേജ്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇപ്പോ വേതനം, പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ വേതനം അവർക്ക് എന്താണ് എന്തായാലും കിട്ടണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, തൊഴിലില്ലായ്മ, അതുപോലത്തെ ആരോഗ്യ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ അവർക്ക് എന്ത് ചെയ്യണം, കിട്ടണം അല്ലെങ്കിൽ ലഭിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ റൈറ്റ്സിൽ എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ അതൊരു റൈറ്റ് ആണ്, ഒരു അവകാശമാണ്. എന്താണ് പ്രധാനമായിട്ട് സാമ്പത്തിക ക്ഷേമം, സുരക്ഷിതത്വം ഇതൊക്കെ എൻജോയ് ചെയ്യാൻ ഓരോ വ്യക്തികൾക്കും എന്താണ് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അപ്പൊ അതിൽ കൂടാതെ തൊഴിലില്ലായ്മ, അതേപോലെ തന്നെ മിനിമം ലെവൽ ഓഫ് വേജ്, വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള വേതനം, അതൊക്കെ കിട്ടണം എന്നുള്ളതും കൂടെ ആ റൈറ്റ്സിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. അപ്പൊ 13ാമത്തെ ചോദ്യം നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയോ 14ാമത്തെ ചോദ്യം എന്താ വരുന്നേ? നോക്കിയേ, ക്ലാസിഫൈ യുവർ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്സ് ഫ്രം ദി ബോക്സ് ഗിവൺ ബിലോ. അപ്പൊ എന്താണ് ഇൻ ഗ്രൂപ്പ്സും ഔട്ട് ഗ്രൂപ്പ്സും എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് എന്ത് ചെയ്യാ, ഇങ്ങനെ 2 ബോക്സ് ആക്കിയിട്ടൊക്കെ തരും നമുക്ക്, കണ്ടില്ലേ? അപ്പൊ എന്താ ഫസ്റ്റ് ബോക്സ് എന്താ? ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ്, കൊമേഴ്സ് സ്റ്റുഡൻസ്, മറാത്തീസ്, അഡോളസൻസ്, മലയാളീസ്, സീനിയർ സിറ്റിസൺസ് എന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇൻ ഗ്രൂപ്പ്സും ഔട്ട് ഗ്രൂപ്പ്സും ഒക്കെ പെട്ടിട്ടുണ്ട്. ഇനി നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, രണ്ടിനും വേർതിരിച്ചെടുക്കണം. അപ്പൊ ഇൻ ഗ്രൂപ്പിൽ വരുന്നത് എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഒക്കെ എന്താ നമ്മൾ പറഞ്ഞതാണ്, ഞാനത് കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇൻ ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സോഷ്യോളജി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പൊ ഇൻ ഗ്രൂപ്പിൽ ഏതൊക്കെയാ പെടുക നോക്കിയേ? ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പിലാണ് വരിക, മലയാളീസ് ഇൻ ഗ്രൂപ്പിലാണ് വരിക, അഡോളസൻസും ഏതിലാ വരിക? ഇൻ ഗ്രൂപ്പിലാണ് വരിക. ഔട്ട് ഗ്രൂപ്പിൽ വരുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസ്, മറാത്തീസ്, അതേപോലെ തന്നെ സോഷ്യൽ സീനിയർ സിറ്റിസൺസ്, അതും ഔട്ട് ഗ്രൂപ്പിൽ വരുന്നത്. ഇൻ ഗ്രൂപ്പിൽ വരുന്നത് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസും മലയാളീസ്, അഡോളസൻസ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട് ഗ്രൂപ്പിൽ വരുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസ്, മറാത്തീസ് ആൻഡ് സീനിയർ സിറ്റിസൺസ്. ഓക്കെ, അപ്പൊ 3 അതിലും 3 ഇതിലും വീതമാണ് വരിക. അപ്പൊ നിങ്ങൾ
അത് ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, എക്സാമ്പിൾ വെച്ച് പഠിച്ചോളുക, എന്നാൽ മാത്രമേ ഇതിന് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് ക്ലിയർ. അപ്പൊ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ഇൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ, ഈ ബോക്സിൽ നിന്നും ക്ലാസിഫൈ ചെയ്ത് എഴുതണം. അത് മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. Scope of sociological study is extremely wide in modern contemporary society. Identify the scope of sociology. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും എന്താ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതുന്ന ഒരു ഉത്തരവാണ് എന്ത്, അത് ഈ ഒരു സോഷ്യോളജി അല്ലെ, സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അതെന്താണ്, സമൂഹത്തെ കുറിച്ച് പഠിക്കുക, വ്യക്തികളെ കുറിച്ച് പഠിക്കുന്നു, അത്തരത്തിലുള്ള കാര്യം ശരിയാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ത്, അല്ലെങ്കിൽ സോഷ്യോളജിയുടെ സ്കോപ്പ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ടെക്സ്റ്റിൽ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ ശ്രമിക്കാം. പക്ഷെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മാർക്കിനൊക്കെ ഉള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഫിനായിട്ട് ഗ്യാസ് അടിക്കാനായിട്ട് നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ എടുത്ത് എഴുതാം. പക്ഷേ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റിനകത്ത് കുറച്ച് പോയിന്റ്സ് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അത് മാക്സിമം നിങ്ങൾ അത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ സ്കോപ്പ് ഓഫ് സോഷ്യോളജി നോക്കിയാൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ വൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടോ അനലൈസിങ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്? ഓരോ വ്യക്തികളും തമ്മിലുള്ള ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെന്താ, സ്റ്റഡി ഓഫ് നാഷണൽ ഇഷ്യൂസ്. ദേശീയ പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് പഠിക്കാൻ എന്ത് സോഷ്യോളജി സഹായിക്കുന്നുണ്ട്. പിന്നീടോ സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ അനലൈസിങ് ഗ്ലോബൽ പ്രോസസ്. ആഗോള തലത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഗോള തലത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യോളജി അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെയോ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, റിലീജിയൻ, സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ ചേഞ്ചസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. എന്തിനൊക്കെ കുറിച്ചുള്ള പഠനങ്ങളാണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച്, ഫാമിലി നമ്മളെ കുടുംബങ്ങളെ കുറിച്ച്, റിലീജിയൻ മതങ്ങളെ കുറിച്ച്, സോഷ്യൽ ബിഹേവിയർ സാമൂഹ്യ പെരുമാറ്റം, അതേപോലെ തന്നെ സാമൂഹ്യ മാറ്റങ്ങള്, അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ. ഇതിന്റെ ഒക്കെ എന്താണ് ഒരു പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പിന്നീടോ ഹൗ സൊസൈറ്റി ഈസ് സ്ട്രക്ചേർഡ് ആൻഡ് ഹൗ ഇറ്റ് ഫങ്ഷൻ. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയുടെ ഘടന എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇപ്രകാരം അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് സോഷ്യോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു പോയിന്റ് വൈസ് എഴുതാണ്ട് നിങ്ങൾ മാർക്കിനനുസരിച്ച് അത് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ പോയിന്റ് എഴുതി വെച്ചാലും മാർക്ക് ലഭിക്കും. പക്ഷെ അത് ഇപ്പൊ കുറെ മാർക്കിനൊക്കെ ആണെങ്കിൽ ഈ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ 16ാമത്തെ ചോദ്യം എന്താ, ഡിസ്റ്റിംഗ്വിഷ് ഫോംസ് ഓഫ് വർക്ക് ഈസ് പ്രീ മോഡേൺ സൊസൈറ്റി ആൻഡ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. 16ാമത്തെ ചോദ്യം നോക്കിയേ, എന്താ പറയുന്നേ? ആധുനിക പൂർവ്വ സമൂഹങ്ങളിലും ആധുനിക വ്യവസായിക സമൂഹങ്ങളിലും തൊഴിലിന്റെ രൂപങ്ങൾ വ്യത്യസ്തമാണ്, വേർതിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. 16ാമത്തെ ചോദ്യം. ഓക്കെ, 16ാമത്തെ ചോദ്യം, ഡിസ്റ്റിംഗ്വിഷ് ഫോംസ് ഓഫ് വർക്ക് ഇൻ പ്രീ മോഡേൺ സൊസൈറ്റി ആൻഡ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പൂർവ്വകാലം എഴുതണം, അതേപോലെ തന്നെ ആധുനിക വ്യവസായങ്ങൾ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം വന്നതോടുകൂടി അല്ലെങ്കിൽ വ്യവസായങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് എഴുതണം. നോക്കിയേ, പൂർവ്വകാലങ്ങളിൽ നമുക്കറിയാം എന്തായിരുന്നു, തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്, കൃഷിയായിരുന്നു അല്ലെ. അന്ന് ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ എന്താണ്, ഈ വളരെയധികം എന്താ പറയാ മെച്ചപ്പെടാത്തൊരു കാലഘട്ടമായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ ആയിരുന്നു. അപ്പൊ പാടത്ത് പണിയെടുക്കാനൊക്കെ കുറെ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൃഷികളൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് തൊഴിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീടോ അതിൽ മെജോറിറ്റി ആളുകൾ എന്താണ്, കൃഷിയിലും അതുപോലെ തന്നെ കൈത്തൊഴിലുകളിലൊക്കെ ആയിരുന്നു ഏർപ്പെടുന്നത്. കൈത്തൊഴിൽ എന്ന് പറയുമ്പോൾ മെഷീനൊന്നും ഇല്ലാത്ത പക്ഷം പലരും കൈത്തറി മേഖലയിൽ ഈ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ജോലി ഉണ്ടായിരുന്നു, കൈകൊണ്ട് പല സാധനങ്ങളും കൈകൊണ്ടായിരുന്നു അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ സമ്പദ് വ്യവസായം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തമായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയുന്നു പൂർവ്വകാലങ്ങളിൽ കേട്ടോ. അപ്പൊ ഈ അന്നത്തെ കാലത്ത് ഈ തൊഴിൽ എന്നൊക്കെ പറയുന്നത് കുടുംബത്തോടും സമൂഹത്തോടും ചേർന്നതായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തോടും സമൂഹത്തോടൊക്കെ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളതാണ് തൊഴിൽ എന്ന് പറയുന്നത്. ഇനി ആധുനിക വ്യവസായ സമൂഹങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നതോട് കൂടിയിട്ട്
എന്താണ് തൊഴിൽ വിഭജനങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വളരെ ഉയർന്ന പ്രത്യേകതകളും തൊഴിൽ വിഭജനങ്ങളും ഒക്കെ എന്താണ് കരുതുന്നു, അല്ലെങ്കിൽ അതൊക്കെ എന്ത് 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 അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ തൊഴിൽ എന്ന് പറയുന്നത് പിന്നീട് ഓഫീസ് ഫാക്ടറികളിലൊക്കെ ആയിരുന്നു എന്ത് ചെയ്തെന്ന് ഒതുങ്ങിക്കൂടാന്നല്ല, ഈ ഓഫീസിലും അതുപോലെ തന്നെ ഫാക്ടറീസിലൊക്കെയാണ് എന്ത് ഈ സംഭവം നടന്നു പോന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് ഉൽപാദനം, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്നത് ഉൽപാദനം ഒക്കെ എന്താണ് മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്നിവയിലൂടെ ആയി എന്നാ പറയുന്നത്. ഓക്കെ, സമ്പദ് വ്യവസ്ഥയായാലും ആധുനിക വ്യവസായ സമൂഹങ്ങൾ വന്നതോടുകൂടി സമ്പദ് വ്യവസ്ഥ എന്നത് ഉൽപാദനം ഒക്കെ എന്താണ് സേവന മേഖല എന്നിവയിലൂടെ ആയി. അപ്പൊ കൂലിപ്പണിക്കാർ, അതേപോലെ തന്നെ സാങ്കേതിക പുരോഗതികൾ, ആഗോളവൽക്കരണം എന്നിവയ്ക്ക് നമുക്ക് എന്താക്കാം, ആധുനിക വ്യവസായിക സമൂഹത്തിലെ, അല്ലെങ്കിൽ ആധുനിക വ്യവസായിക സമൂഹത്തിലെ തൊഴിലിന്റെ മുഖ്യ സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കൂലിപ്പണിക്കാർ വന്നു, അതേപോലെ തന്നെ സാങ്കേതിക പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആഗോളവൽക്കരണം, ഇതൊക്കെ ഏതിന്റെ ഭാഗമായിട്ടുള്ളതാണ്, ആധുനിക വ്യവസായ സമൂഹം, അല്ലെങ്കിൽ ആ ഒരു സമൂഹം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ തൊഴിലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാങ്കേതിക പുരോഗതി, ആഗോളവൽക്കരണം ഒക്കെ എന്താണ് ആധുനിക വ്യാവസായിക സമൂഹത്തിന്റെ മുഖ്യ സവിശേഷതകളായിട്ട് പറയാം എന്ന് തന്നെ നിങ്ങൾ എഴുതണം. ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്, രണ്ടും രണ്ട് തരത്തില്. ഇപ്പൊ പ്രീ മോഡേൺ സൊസൈറ്റി ആയി കഴിഞ്ഞാലും മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയി കഴിഞ്ഞാലും ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും സിമിലാരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ ആൻസർ ആക്കിയിട്ട് എഴുതണം, എഴുതിയേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ അത് ഡിസ്കസ് ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിതില്, അപ്പൊ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി പറഞ്ഞത് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ സ്കോപ്പ് ഓഫ്, പിന്നെ അതേപോലെ തന്നെ ഇതും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും പ്രീ മോഡേൺ സൊസൈറ്റിയും അത് രണ്ടും വേർതിരിച്ചു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏതെങ്കിലും അതായത് 12 to 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഇതിൽ 4 ഏതാണോ നന്നായിട്ട് അറിയുന്നത് അത് എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. ഇനിയോ അടുത്തത് നോക്കി, അടുത്ത ഘട്ടം നോക്കി. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 17 to 21 എന്നാ, അതായത് 17 to 21 ഏതെങ്കിലും 4 എന്ത് ചെയ്യുക, എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെയായാലും നിങ്ങൾക്ക് ഒന്ന് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ വേണ്ടി പറ്റും. 4 എങ്ങനെയായാലും നിങ്ങൾ അതിൽ ആൻസർ ചെയ്യണം. നല്ലോണം അറിയുന്നത് എന്ത് ചെയ്യുക, മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. സമൂഹവും സമുദായവും തമ്മിലുള്ള വ്യത്യാസം, അത് രണ്ടാണ്. ഞാൻ പറഞ്ഞു ടെക്സ്റ്റിനകത്ത് പക്കയാണത്, അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയും സൊസൈറ്റി, ഇപ്പൊ രണ്ടും ഒന്നല്ലേ എന്ന് വിചാരിക്കരുത്. കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താ, സമുദായമാണ്. സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്, സമൂഹമാണ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഉണ്ട്. നോക്കിയേ, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുക. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളിപ്പോ ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന നിങ്ങൾ ആ ഒരു ആളുകളെ, ആ ഒരു കൂട്ടത്തെ എന്ത് പറയും, നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളും താല്പര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം പങ്കിടുന്നുണ്ട്. അത്രയും ഐക്യമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അവര് ഒരു പ്രദേശത്ത് ഒതുങ്ങി കൂടുന്ന ഒരു കൂട്ടം ആളുകൾ എന്നതിലുപരി അവരവരുടെ കാര്യങ്ങള്, പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ താല്പര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഇസ് കോൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ജിയോഗ്രഫിക്കൽ റീജിയൻ എന്നാ പറയുന്നത്. എന്താണ്, ഭൂമിശാസ്ത്രപരമായ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് എന്ത്, അതൊരു സമുദായമായി മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ സമുദായത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പോയിക്കോളുക. പിന്നെയോ സമുദായം, അല്ലെ, നമ്മൾ പറഞ്ഞു സമുദായം സാമൂഹ്യ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യൽ ഹാർമണിയാൽ എന്താണ്, സമൂഹം അടയാളപ്പെടുത്തുന്നു. അതായത് വി എന്നുള്ള ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള ആ ഒരു ചിന്ത, ഓക്കെ, അതൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ സാമൂഹിക ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്താണ്, സമുദായമാണ്, അല്ലെങ്കിൽ സമൂഹമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ വി എന്നുള്ള ആ ഒരു തോട്ട്, സോഷ്യൽ ഹാർമണിയാൽ സമൂഹം അടയാളപ്പെടുത്തുന്നു. അതായത് ഞങ്ങൾ, വി എന്നുള്ള ആ ഒരു തോട്ട്
ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റിന്റെ അകത്ത് ഇപ്രകാരം നമുക്ക് പറയാം, എന്താണ്, ഇറ്റ് ഇസ് എ കോൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ജോഗ്രഫിക്കൽ റീജിയൻ. അതേപോലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല അവർക്കിടയിലുള്ള പ്രവർത്തനങ്ങളായാലും ആശയങ്ങളായാലും തോട്ട്സ് ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനിയോ ഷെയർ ചെയ്യപ്പെടുന്നുള്ളതാണ്. ഓക്കെ, ഇനി സൊസൈറ്റി അല്ലെ, കമ്മ്യൂണിറ്റി മാത്രമല്ല സൊസൈറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, സൊസൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, അതൊരു അബ്സ്ട്രാക്ട് ഐഡിയ ആണ് ടെക്സ്റ്റിനകത്ത് പറയുന്നത്. അതൊരു അബ്സ്ട്രാക്ട് ഐഡിയ ആണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളും തന്റെ ചുറ്റുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് എന്തും അറിയാം, എന്തും പറയാം അല്ലെ. എന്താണ്, അത് ഓരോ വ്യക്തികളും, അല്ലെങ്കിൽ ഇപ്പൊ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായി കണക്റ്റഡ് ആണ് അല്ലെ. നമുക്കറിയാം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് പലരെ അറിയാമെന്നുള്ള, ഇപ്പോ നൈബേഴ്സ് ആണെങ്കിൽ അവരെ അറിയാം. ഓക്കെ, അപ്പൊ നമ്മള് വൺ ടു വൺ കണക്റ്റഡ് ആണെന്നുള്ള, ഓരോരുത്തരുമായിട്ട് നമ്മൾ എന്താണ്, കണക്റ്റഡ് ആണ്, ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നു എന്നാ പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ എവിടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, നമ്മൾ അവിടെ സൗഹൃദം സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്കിപ്പോ പലരും ഇപ്പൊ ഒരു കോളേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെയും ഒക്കെ അറിയാം. അപ്പൊ അത് എന്താണ്, ആ തമ്മിലുള്ള ആ ഒരു ഇടപെടൽ ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പൊ റിലേറ്റീവ്സിനെ ആയിക്കോട്ടെ, ആ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ഇടപെടൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് ആ ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ശൃംഖല ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ഒരു ശൃംഖല രൂപം കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെയാണ് എന്ത്, സൊസൈറ്റി എന്ന് നമ്മൾ പലപ്പോഴും വിളിക്കുന്നത് എന്നത്. അപ്പൊ സൊസൈറ്റിക്കും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കും എന്തുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സമൂഹം എന്നത് എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത്, അബ്സ്ട്രാക്ട് ഐഡിയ ആണ് സൊസൈറ്റി. മാത്രമല്ല ഓരോ വ്യക്തികളും തന്റെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ആ ഒരു മനുഷ്യർ തമ്മിൽ ഇടപെടൽ എന്താണ്, ബന്ധങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നുണ്ട്, ഒരു ചെയിൻ പോലെയാണ് അല്ലെ. നമുക്ക് എല്ലാവരും അറിയാം, അങ്ങനെയാണല്ലോ. നമുക്ക് അതായത് നമ്മൾ പല ബന്ധങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്, അപ്പൊ പലരെയും അറിയാം. അപ്പൊ ആ ഒരു ശൃംഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി സൊസൈറ്റി ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇത് നമുക്ക് അറിയുന്നത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്, ഒരിക്കലും എഴുതരുത്. ടെക്സ്റ്റിനകത്ത് ഈ പരാമർശിച്ചിട്ടുള്ള പോലെ തന്നെ നമുക്ക് എഴുതുന്നാൽ മാത്രമേ, ഇപ്പൊ നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഞാൻ എല്ലാം എഴുതിയതായിരുന്നു, പക്ഷെ എനിക്ക് വേണ്ട വിധത്തിൽ മാർക്ക് ഇല്ല എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് കാരണം എന്താ, ടെക്സ്റ്റിനകത്ത് പറയുന്ന ഡെഫിനിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരിക്കലും എഴുതരുത്. പിന്നെ ഞാൻ പറഞ്ഞു കുറെ മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാരി വലിച്ച് എഴുതാൻ വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾ ടെക്സ്റ്റ് തന്നെ എടുത്ത് എഴുതി വെക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സ്പീഡ് കൂടുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളേജ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഈ സോഷ്യോളജിക്കൽ, എന്താണ് സോഷ്യോളജിയും അതേപോലെ തന്നെ കോമൺ സെൻസ് നോളേജും. അത് നമ്മള് റിപ്പീറ്റ്, നമ്മൾ കണ്ടുവന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒന്നാണ്. എന്താണ്, സാമൂഹ്യ ശാസ്ത്രവും അതേപോലെ തന്നെ സാമാന്യ ജ്ഞാനവും തമ്മിൽ എന്താണ് ഡിഫറൻസ്. നിങ്ങൾക്ക് ബോക്സ് വരച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് എഴുതാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇപ്പൊ കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഈസ് ബേസ്ഡ് ഓൺ പ്യൂർലി നാച്ചുറൽ ആൻഡ് സബ്ജക്റ്റീവ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതായത് തികച്ചും എന്താണ് സ്വാഭാവികവും അതേപോലെ തന്നെ വ്യക്തിപരവുമായ ഒരു വിശദീകരണമാണ് സാമാന്യ ബോധം അല്ലെങ്കിൽ സാമാന്യ ജ്ഞാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ എന്താണ് അത് ഒരു, അതായത് നമ്മളിപ്പോ ഒരു കോമൺ സെൻസിൽ അല്ലെങ്കിൽ കോമൺ സെൻസിൽ അധിഷ്ഠിതമായ നിഗമനങ്ങൾ, അതായത് നിഗമനങ്ങളാണ് അല്ലെ കോമൺ സെൻസ് നോളേജ് എന്ന് പറയുമ്പോൾ. നിഗമനങ്ങൾ അത് ഓരോ വ്യക്തിയെയും അനുസരിച്ചിരിക്കുന്നു. അപ്പൊ നിഗമനം എന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. എക്സാമ്പിൾ പറയാനാണ്, ഇപ്പൊ മഴക്കാറുണ്ട്, അപ്പൊ നമ്മൾ പറയണം ഇത് മഴ പെയ്യും തോന്നുന്നു, മഴ പെയ്യും, മഴ പെയ്യുന്നുണ്ടാവും നമ്മൾ പറയാറുണ്ട്. അത് നമ്മളെ നിഗമനമാണ്. ചിലപ്പോ മഴ പെയ്യാണ്ടിരിക്കാം, അത് തെറ്റും ആവാം, എന്താണ് ഒരേ പക്ഷെ അത് ശരിയോ ആവാം. ഓക്കെ, ശരിയാവണമെന്ന് നിർബന്ധമില്ല, തെറ്റാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ അത് ശരിക്കും എന്താണ്, കോമൺ സെൻസ് ഒബ്സർവേഷൻസ് ആർ സബ്ജക്റ്റീവ്. എന്താണ് അതിലെ നിരീക്ഷണങ്ങൾ എന്താണ്, വ്യക്തിപരമാണ്, അത് നിഗമനങ്ങളാണ്, അത് തെറ്റാവാം ശരിയാവാം. ഓക്കെ, അങ്ങനെ ആവാം. അത് നമ്മൾ ഒരിക്കലും അത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് നമുക്ക് പ്രസ്താവിക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. അതൊരു ഊഹമാണ്. കോമൺ സെൻസ് എന്ന്
ഇത്രയേ ഉള്ളൂ. കോമൺ സെൻസ് നോളേജ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതൊരു ഊഹമാണ്, ഒരു വ്യക്തിയുടെ നിഗമനമാണ്. ഓക്കെ, അത് തെറ്റാവും ശരിയാവാം. മഴയുടെ കാര്യം ആലോചിച്ചാൽ മതി. ഇന്ന് മഴ പെയ്യും തോന്നുന്നു വെച്ചിട്ട് മഴ പെയ്തോളന്നില്ല, മഴ പെയ്യാണ്ട് ഇരുന്നുണ്ടായില്ല. ഓക്കെ, അപ്പൊ അതൊരു തോട്ടാണ്, അല്ലെങ്കിൽ അതൊരു നിഗമനമാണ്. അത് ശരിയാവാൻ തെറ്റാവാം, അതിന് തെളിവുകളൊന്നും നമ്മളെടുത്തില്ല. ഓക്കെ, മറിച്ച് ഓക്കെ സോഷ്യോളജിയുടെ കാര്യം വരുമ്പോൾ അതൊരു ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ, സോഷ്യോളജി ആസ് എ ഫ്രെയിം വർക്ക് ഓഫ് കൺസെപ്റ്റ്, മെത്തേഡ് ഓഫ് സ്റ്റഡി ആൻഡ് ഡാറ്റ. അപ്പോൾ സോഷ്യോളജിയുടെ കാര്യം വരുമ്പോൾ അതെന്താണ്, അതൊരു ഫ്രെയിം വർക്ക് ആണ്. ഓക്കെ, അത് കൃത്യമായിട്ട് തെളിവില്ലാണ്ട് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇപ്പൊ മഴയുടെ കാര്യമാണെങ്കിൽ കൂടിയും ഇപ്പോ ഗവേഷകർ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ അവർ പറയുന്നുള്ളൂ ഇതിൽ അല്ലെങ്കിൽ റെഡ് അലർട്ട് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ പെയ്യാൻ ചാൻസ് ഉണ്ട്, പെയ്യും എന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്താണ്ട് അവർ എന്ത് ചെയ്യില്ല, പഠിക്കില്ല. അവർ യാഥാർത്ഥ്യത്തിൽ തന്നെ എത്ര വട്ടം കീറി മുറിച്ച് പഠനം നടത്തിയിട്ടൊക്കെയാണ് അവർ അവരുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യാ പറയാ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ് ഒരു പഠന രീതി ഉണ്ട്. ഓക്കെ, ശാസ്ത്രീയപരമായിട്ട് എല്ലാത്തിനെയും അവർ പരിശോധിക്കും. അവരുടെ കണ്ടെത്തൽ, ഇപ്പൊ അവര് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു കാര്യം ശാസ്ത്രീയപരമായിട്ട് പിന്നെയും 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 അവർ പഠനം നടത്തിയതിനു ശേഷം മാത്രമാണ് അവരൊരു കാര്യം പറയാ. എന്നിട്ട് മാത്രമേ അവരത് എന്ത് ചെയ്യാറുള്ളൂ, ആ ഒരു കാര്യം കണ്ടെത്തൽ അംഗീകരിക്കാറുള്ളൂ എന്നുള്ളത്. അപ്പൊ ഒന്ന് ഏറ്റവും ഊഹാപോഹവും അല്ലെങ്കിൽ ഒരു നിഗമനമാണെന്നുണ്ടെങ്കിൽ മറ്റേത് സ്റ്റഡി നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമാണ് എന്നുള്ള സോഷ്യോളജി. അപ്പൊ നമുക്ക് ഒറ്റ വാക്കിൽ ഇപ്പൊ 2 ബോക്സിനകത്ത് പറയാന്നുണ്ടെങ്കിൽ സാമാന്യ ജ്ഞാനം അല്ലെങ്കിൽ കോമൺ സെൻസ് നോളജ് എന്ന് പറയുമ്പോൾ അതിനൊരു ചട്ടക്കൂടില്ല, ഒരു പുനർപരിശോധനയോ ഇല്ല, ഒരു ചട്ടക്കൂടൊന്നും ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ സ്വയം പ്രതിഫലന സാധ്യതയെ ഇല്ല എന്ന്, നോ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയാം. പിന്നെ പറയുന്നത് കോമൺ സെൻസിന്റെ കണ്ടെത്തലുകൾ എന്താണ്, ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാറില്ല. പിന്നെ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാമൂഹ്യശാസ്ത്രം ആണെങ്കിലോ സോഷ്യോളജി ആണെങ്കിലോ ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ രീതി, ഓക്കെ ശാസ്ത്രം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ടുള്ള രീതി അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള പഠനം നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ചിട്ടയായ എന്താണ് ഒരു ചട്ടക്കൂട് ഉണ്ട് എന്ന് പറയണം. പിന്നെ ചിട്ടയായിട്ടുള്ള ചോദ്യങ്ങൾ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെയോ പഠന രീതികളുടെയും വിവരശേഖരണത്തിന്റെയും ഒരു ചട്ടക്കൂട്, വെറുതെ ഉള്ള ഒരു ചട്ടക്കൂടല്ല, എന്താണ് പഠന രീതികളുടെയും വിവരശേഖരണത്തിന്റെയും ഒരു ചട്ടക്കൂടാണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെയോ അതായത് കണ്ടെത്തലുകളെ അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ശാസ്ത്രീയപരമായിട്ട് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല അറിവിന്റെ യാഥാർത്ഥ്യത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് എന്റെ സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മാക്സിമം ഇത് രണ്ടും നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. കോമൺ സെൻസ് നോളേജ് ഒറ്റയ്ക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇത് രണ്ടും വേർതിരിച്ച് എഴുതാനും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടും എന്ത് ചെയ്യാ, നല്ലതുപോലെ പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ പോവാന്. ഓക്കെ, അപ്പോ 18ാമത്തെ ചോദ്യം ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി 19ാമത്തെ ചോദ്യം എന്താ, ലിസ്റ്റ് ദ കോമൺ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ആൾ റിലീജിയൻ സീംസ് ടു ഷെയർ. എന്താണ് 19ാമത്തെ ചോദ്യം, മതങ്ങളുടെ പൊതുവായ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, മതം അല്ലെ, ഈ സവിശേഷത ടെക്സ്റ്റിനകത്ത് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒരു 3 or 4 എണ്ണം അതേപടി പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാ, അതേപോലെ പഠിച്ചു വെച്ചിട്ട് പോവാ. അപ്പൊ നമ്മള് മതം കുഴപ്പമില്ല, പൊതുവായ സവിശേഷത. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും അല്ലെ, പഠിക്കാണ്ട് പോയതാവും ചിലപ്പോ, ഇങ്ങനെ ആലോചിക്കും മതത്തിന്റെ സവിശേഷത, അപ്പൊ നമുക്ക് എഴുതാൻ, നമ്മളെ കയ്യിൽ നിന്നെടുത്ത് എഴുതാൻ, നമുക്ക് അറിയാൻ എന്തൊക്കെയാണ്. അത് പോരാ, അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ആ ഒരു പോയിന്റ് സവിശേഷതകളും ഇപ്പൊ ഫങ്ഷൻസ് ആയാലും സവിശേഷതകളായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ചുമതലകള്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിനകത്ത് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ എന്താ പറയാ, ഈ സവിശേഷതകളായിക്കോട്ടെ ചുമതലകളായിക്കോട്ടെ, ഓക്കെ അതൊക്കെ ടെക്സ്റ്റിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ തന്നെ പഠിച്ചിട്ട് പോയിക്കോളാം. ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ് തന്നെ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തിക്കോളുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ടെക്സ്റ്റിനകത്ത് എന്നുള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. അപ്പൊ എന്താണ് ചോദ്യം അല്ലെ, നമ്മള് മതത്തിന്റെ സവിശേഷതകളാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ടെക്സ്റ്റിനകത്ത് പറയുന്നത് എന്താണ്, എ സെറ്റ് ഓഫ് സിമ്പിൾസ് ഇൻവോക്കിംഗ് ഫീലിംഗ്സ് ഓഫ് റെവറൻസ് ഓർ എന്നാ പറയും. ഓക്കെ, അതായത് ഒരു കൂട്ടം ചിഹ്നങ്ങളും അതേപോലെ തന്നെ ബഹുമാനത്തിന്റെയോ ഭക്തിയുടെയോ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതായത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ചിഹ്നങ്ങളുണ്ട് അല്ലെ നമുക്ക്. ഇപ്പോ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, അതിനൊക്കെ എന്താണ് ഒരു ഇനിയിപ്പോ ചിഹ്നങ്ങൾ അല്ലെങ്കിലും ഇന്നതൊക്കെ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ.
അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതായത് ഇന്ന ഒരു സിമ്പലോ അല്ലെങ്കിൽ ഇന്ന ഒരു കളറോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതിന്റെ റിലീജിയൻ ആണ്. അങ്ങനെ അങ്ങനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഒരു കൂട്ടം ചിഹ്നങ്ങൾ ബഹുമാനത്തിന്റെയോ ഭക്തിയല്ല ഭയത്തിന്റെയോ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ഒരു കൂട്ടം ചിഹ്നങ്ങൾ, അതൊരു സവിശേഷതയാണ് റിലീജിയന്റെ. രണ്ടാമത്തതോ റിച്വൽസ് ഓർ സെറിമണീസ്, ആചാരങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകൾ ഉണ്ട് അല്ലെ. ഓരോ മതത്തിനും വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്. മൂന്നാമത്തതോ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്, വിശ്വാസികളുടെ ഒരു സമൂഹം അല്ലെ. പല മതങ്ങൾക്കും പലതരത്തിലുള്ള വിശ്വാസങ്ങളാണ്, പലതരത്തിലുള്ള വിശ്വാസികളാണ് അതിലുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം ചിഹ്നങ്ങൾ അല്ലെ, അതായത് ഒരു കൂട്ടം ചിഹ്നങ്ങൾ, പല മതത്തിനും പല പല തരത്തിലുള്ള ചിഹ്നങ്ങളാണ്. പിന്നെ ആചാരങ്ങൾ, ചടങ്ങുകൾ, അതും ഒരു സവിശേഷതയാണ്. പല മതത്തിനും പല തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളാണ് ഉള്ളത്. പിന്നെ വിശ്വാസികളുടെ ഒരു സമൂഹം, വിശ്വാസികളുണ്ട് അവിശ്വാസികളും ഉണ്ട്. അപ്പൊ റിലീജിയൻ എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസികളുടെ ഒരു സമൂഹം, അതൊരു സവിശേഷതയാണ് അതിന്റെ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം എന്താ? എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഇവാലുവേറ്റ് ദ ഫങ്ഷണലിസ്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് വ്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, വിദ്യാഭ്യാസം ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. വിദ്യാഭ്യാസത്തിന്റെ നിർവഹണവാദ സംഘട്ടനവാദ വീക്ഷണങ്ങൾ വിലയിരുത്തുക. അപ്പൊ അത് എന്താണ്? സംഘട്ടനവാദവും ഉണ്ട്, നിർവഹണവാദവും ഉണ്ട്. അതായത് ഫങ്ഷണലിസ്റ്റ് വ്യൂ ഉണ്ട്, കോൺഫ്ലിക്റ്റ് വ്യൂ ഉണ്ട്. എന്തിന്? ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എന്താ നോക്കിയേ, എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാം, എന്ത് പറയാം, ഒരു ആജീവന പ്രക്രിയയാണ്. ആ ഒരു ടോപ്പിക്കിലാണ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള രണ്ട് വ്യൂസ് വരുന്നത്. അത് രണ്ടും പോലെ തന്നെ എഴുതേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ വിദ്യാഭ്യാസം ഒരു ആജീവന പ്രക്രിയയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആണോ? അതെ, അതൊരു ആഗോള പ്രക്രിയയാണ്. ഇറ്റ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ എന്നാ പറയുന്നത്. ഔപചാരികവും ആവാം, അല്ലാതെയും ആവാം. ഓക്കെ, അതായത് വിദ്യാഭ്യാസമാണ്. നമ്മളൊക്കെ എന്തിനാ പഠിക്കുന്നത്? വിദ്യാഭ്യാസം നേടാനാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോ എല്ലാവർക്കും എന്താ വിദ്യാഭ്യാസം വേണമെന്നാണ് നമ്മൾ പറയുക അല്ലെ. എന്താണ് ക്വാളിഫിക്കേഷൻ? വിദ്യാഭ്യാസം എന്താണ്? എത്ര വരെ പഠിച്ചു, എന്തൊക്കെ പഠിച്ചു എന്നുള്ളതല്ല, എത്ര വരെ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക അല്ലെ. അല്ലെങ്കിൽ ഏത് കോഴ്സ് കഴിഞ്ഞു, എത്ര വരെ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ സോഷ്യോളജി എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ കാണുന്നതെന്ന് അറിയോ നിങ്ങൾ? ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രക്രിയയായിട്ട്. എന്താ ആശയവിനിമയം? കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉള്ള ഒരു പ്രക്രിയയായിട്ടാണ് സോഷ്യോളജി എഡ്യൂക്കേഷനെ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ഓക്കെ, ലളിതമായ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷന്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് നല്ല ഇതിൽ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് എന്ത്? കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ഗ്രൂപ്പ് ഹെറിറ്റേജ് സോഷ്യോളജി ലളിതമായ സൊസൈറ്റികളെയും കോംപ്ലക്സ് സൊസൈറ്റികളെയും വേർതിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ഗ്രൂപ്പ് ഓഫ് ഹെറിറ്റേജ്? ഓക്കെ, സോഷ്യോളജി ലളിതമായ സൊസൈറ്റികളെയും അതേപോലെ തന്നെ കോംപ്ലക്സ്, നമ്മളുടെ ഒരു സോഷ്യോളജിക്കകത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രക്രിയയാണ് സോഷ്യോളജി. അല്ലെങ്കിൽ സോഷ്യോളജി കാണുന്നത്, അല്ലെങ്കിൽ സോഷ്യോളജി എന്തിനെ കാണുന്നത്? വിദ്യാഭ്യാസത്തിനെ കാണുന്നത് ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ പറയേണ്ട കാര്യം, സോഷ്യോളജി ലളിതമായിട്ടുള്ള സൊസൈറ്റികളെയും കോംപ്ലക്സ് സൊസൈറ്റികളെയും എന്ത് ചെയ്യുന്നുണ്ട്? വേർതിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഒരു സൊസൈറ്റികൾക്ക് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ലളിതമായ സൊസൈറ്റിയിൽ ഫോർമൽ സ്കൂൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ആവശ്യമൊന്നുമില്ല. അതായത് കുട്ടികൾ പഠിക്കുന്നു എങ്ങനെ? മുതിർന്നവരിൽ നിന്ന് അവര് പഠിക്കുന്നു. ചില കാര്യങ്ങൾ, ചിട്ടയായിട്ടുള്ള കാര്യങ്ങളും ആചാര രീതികളും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മുതിർന്നവരുടെ കണ്ണിൽ നിന്നും അവർ പഠിക്കുന്നുണ്ട്. സോ ലളിതമായ സമൂഹത്തിലെ വിദ്യാഭ്യാസം എന്നത് ഇൻഫോർമൽ ആണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, വിദ്യാഭ്യാസം നമ്മൾ സോഷ്യോളജി വിദ്യാഭ്യാസത്തെ കാണുന്നത് എപ്രകാരമാണ്? അതൊരു ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ ആയിട്ടാണ് സോഷ്യോളജി കാണുന്നത്. ഓക്കെ,
അപ്പോൾ ഈ സോഷ്യോളജി ലളിതമായ സൊസൈറ്റികളെയും അതേപോലെ തന്നെ കോംപ്ലക്സ് സൊസൈറ്റികളെയും വേർതിരിക്കുന്നത്. അപ്പൊ എന്താണ് ലളിതമായ സൊസൈറ്റി, കോംപ്ലക്സ് സൊസൈറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ലളിതമായ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മള് വാദത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല കേട്ടോ, അതിന് മുന്നേ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ലളിതമായ സൊസൈറ്റിയിൽ ഫോർമൽ സ്കൂളിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ലളിതമായ ഒരു സൊസൈറ്റിക്കകത്ത് കുട്ടികൾ പഠിക്കുന്നു, മുതിർന്നവരിൽ നിന്ന് കണ്ടിട്ട് ചില ആചാര രീതികളെല്ലാം കുട്ടികൾ പഠിക്കുന്നു. അപ്പൊ ലളിതമായിട്ടുള്ള സമൂഹത്തിലെ വിദ്യാഭ്യാസം എന്നത് എന്താണ്, ഫോർമൽ അല്ല, തികച്ചും ഇൻഫോർമൽ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിർവഹണവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് വ്യൂ. അതായത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു, എന്താണ് വിദ്യാഭ്യാസം ഒരു ആജീവനാന്ത പ്രക്രിയയാണ് എന്നുള്ള ഒരു ടേം ഫങ്ഷണലിസ്റ്റ് വ്യൂ അല്ലെങ്കിൽ നിർവഹണവാദം പറയുന്നത് ഇങ്ങനെയാണ്: എഡ്യൂക്കേഷനെ സാമൂഹിക ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇൻ ദിസ് ഒപ്പീനിയൻ, വിദ്യാഭ്യാസം സാമൂഹിക ഘടനയെ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആര് പറയുന്നത്, ഫങ്ഷനിസ്റ്റ് വ്യൂ പ്രകാരം അവർ പറയുന്നത്. എന്താണ്, വിദ്യാഭ്യാസം സാമൂഹിക ഘടനയെ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്നു എന്നൊക്കെ പറയാം, പുതുക്കുന്നു, അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയോ അടുത്ത പോയിന്റ്, കൾച്ചർ കൈമാറുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് അവർ പറയും. എന്താണ്, വിദ്യാഭ്യാസം സോഷ്യൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്, അതിനെ പുതുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. കൾച്ചർ കൈമാറുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു വിദ്യാഭ്യാസം. പിന്നെയോ വ്യക്തികളെയും കഴിവുകളെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് പദവി തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, എഡ്യൂക്കേഷൻ എന്ന് പറയാം. സോഷ്യൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൾച്ചറിനെ കൈമാറുകയും അതുപോലെ തന്നെ അത് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടോ അതനുസരിച്ച് പദവി തിരഞ്ഞെടുക്കാൻ ഈ ഒരു എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫങ്ഷനിസ്റ്റ് വ്യൂവിൽ പറയാനുള്ളത്. രണ്ടാമത്തത് എന്താ, കോൺഫ്ലിക്റ്റ് വ്യൂ അല്ലെ, അല്ലെങ്കിൽ സംഘട്ടനവാദം പറയുന്നത് ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ ഒരു പ്രധാന ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രാറ്റിഫൈങ് ഏജന്റ് ആയി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആര്, സംഘടനവാദക്കാർ പറയുന്നത്. എഡ്യൂക്കേഷൻ ഒരു പ്രധാന ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ അവസരങ്ങളിലെ അസമത്വം, അതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ വിദ്യാഭ്യാസ മേഖലയിലെ അല്ലെങ്കിൽ അവസരങ്ങളിലെ അസമത്വം എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് സ്ട്രാറ്റിഫിക്കേഷന്റെ ഫലമായിട്ടുള്ള ഒന്നാണത് അല്ലെ. അതായത് കുട്ടികൾ അവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തെ ആശ്രയിച്ച് വ്യത്യസ്ത തരത്തിലുള്ള സ്കൂളിൽ പോകുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, അതായത് ഇങ്ങനെ ഒരു എന്താ പറയാ, ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിക്കകത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്കൂള്, പണക്കാർക്ക് പഠിക്കാൻ വേറൊരു സ്കൂള്, അത് പറയുന്നത്, അതാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള അസമത്വങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവസരങ്ങളിലെ അസമത്വങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. എല്ലാ കുട്ടികൾക്കും ഒരേ സ്കൂളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടായിക, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന സ്കൂള്, ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു വേർതിരിവുണ്ടല്ലോ, അതൊക്കെയാണ് ഈ വിദ്യാഭ്യാസ തരത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവസരങ്ങളിലെ അസമത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ സംഘട്ടനവാദങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വ്യൂ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, കുട്ടികളുടെ അവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തെ എന്ന് പറയും, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അതിനെ ആശ്രയിച്ച് വ്യത്യസ്ത തരത്തിലുള്ള സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ, അപ്പൊ നമുക്കറിയാം പ്രിവിലേജ്ഡ് സ്കൂളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ്, അവർക്ക് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അവർക്ക് സ്കൂളിലേക്ക് പോവാം. ഓക്കെ, പ്രിവിലേജ്ഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടി ആത്മവിശ്വാസത്തോട്, അല്ലെങ്കിൽ കൊള്ളാലോ അല്ലെ, ഹൈ ക്ലാസ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്കൂളാണ്, അപ്പൊ അവർക്ക് അഭിമാനത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, സ്കൂളിലേക്ക് പോകാം. പക്ഷെ നേരെ മറിച്ച് അല്ലാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, മാർജിനലൈസ് ചെയ്യപ്പെട്ട കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവരെന്താണ്, വളരെയധികം അവർക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സംഘട്ടനവാദങ്ങൾ പറയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഫങ്ഷനിസ്റ്റ് വ്യൂ പറയുന്നത് ഇങ്ങനെയാണ്: എന്താണ്, വിദ്യാഭ്യാസം സോഷ്യൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, മാത്രമല്ല കൾച്ചർ കൈമാറുകയും വികസിപ്പിച്ചെടുക്കുകയും അത് ചെയ്യുന്നുണ്ട്, മാത്രമല്ല വ്യക്തികളുടെയും അവരുടെ കഴിവിനെയും അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല അതനുസരിച്ച് പദവി തിരഞ്ഞെടുക്കാൻ അത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് സംഘട്ടനവാദങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: എന്താണ്, അതൊരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്, മാത്രമല്ല വിദ്യാഭ്യാസ അവസരങ്ങളില് അസമത്വം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രിവിലേജഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അഭിമാനത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, സ്കൂളിലേക്ക് പോകാം. നേരെ മറിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ആ ഒരു അഭിമാനം എന്ത് ചെയ്യുന്നുണ്ട്, നിഷേധിക്കപ്പെടുന്നുണ്ട് അവിടെ എന്നുള്ളതാണ്. ഓക്കെ,
അത് ടെക്സ്റ്റിനകത്ത് കൂടുതൽ പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയിട്ട് എഴുതാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ കണ്ടെത്തുക. നമ്മളെ സൊസൈറ്റിക്കകത്ത് അസമത്വങ്ങൾ ഉണ്ടോ? സൊസൈറ്റിക്കകത്ത് അസമത്വങ്ങൾ ഉണ്ടോ? നിങ്ങളെ സൊസൈറ്റിക്കകത്ത് ഉണ്ടോ? നിങ്ങളെ ചുറ്റുപാടും എന്താണ്? ഐഡന്റിഫൈ ദ ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റിംഗ് ഇൻ അവർ സൊസൈറ്റി. അപ്പൊ ഇത് ടെക്സ്റ്റിനകത്ത് വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ ഇൻഇക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമർത്യാസന്റെ വ്യൂ പ്രകാരം ഇൻഇക്വാളിറ്റീസ് ഇന്നതൊക്കെയാണ്. അപ്പൊ അത് ഒഴിച്ചുകൂടാൻ പറ്റാതെ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്, പരിഗണിക്കാതെ ഒഴിവാക്കി വിടേണ്ട കാര്യങ്ങളല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റിംഗ് ഇൻ അവർ സൊസൈറ്റി? നമ്മളുടെ അമർത്യാസന്റെ വ്യൂ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അസമത്വം എന്ന് പറയുമ്പോൾ പ്ലൂറാലിറ്റീസ് നമ്മൾ പറഞ്ഞു, പ്ലൂറാലിറ്റീസ് ആൻഡ് ഇനീക്വാളിറ്റീസ് എമംഗ് ദ സൊസൈറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്ലൂറാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇന്ത്യക്കാരാണ്, നമുക്ക് എന്താണ് പല വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒന്നാണ് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനീക്വാളിറ്റീസ് എന്തായാലും ഇനീക്വാളിറ്റീസും അല്ലെങ്കിൽ അസമത്വങ്ങളും എവിടെ എന്ത് ചെയ്യും, നിലനിൽക്കും. പല അഭിപ്രായങ്ങള്, പല വർണ്ണങ്ങള്, പല ഭാഷകള്, വേഷങ്ങള്, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ പല ഐഡിയാസ്, പല തോട്ട്, അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ എന്താ ഇനീക്വാളിറ്റീസ് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അമർത്യാസന്റെ വ്യൂ പ്രകാരം അദ്ദേഹം എന്താ പറയുന്നത്? ഇനീക്വാളിറ്റി ഈസ് സെൻട്രൽ ടു ഡിഫറൻസ് എമംഗ് സൊസൈറ്റി. എന്താ പറയുക, ഇനീക്വാളിറ്റി ക്രിയേറ്റ് ഡിഫറൻസസ് ഇൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സൊസൈറ്റിക്കകത്ത്, സമൂഹത്തിനകത്ത് ഈ ഒരു അസമത്വം പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സൊസൈറ്റിക്കകത്ത് പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു അസമത്വം എന്ന് പറയാം. പിന്നെ നമ്മുടെ അമർത്യാസൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ അതിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു? ഇങ്ങനെയാണ്: സം ഇന്ത്യൻസ് ആർ റിച്ച്, മോസ്റ്റ് ആർ നോട്ട്. അല്ലെ, ചില ആളുകൾ എങ്ങനെയാണ്, വളരെയധികം റിച്ച് ആണ്, ചിലരെന്താണ്, വളരെ പാവപ്പെട്ട ആളുകളാണ്. സം ലീവ്സ് ഈസി ലീവ്സ് ഓഫ് ലക്ഷറി. ചിലരെന്താണ്, വളരെ പണക്കാർ, അല്ലെ നല്ല ഉയർന്ന ആളുകൾ, ലക്ഷറി ആയിട്ടുള്ള ആളുകൾ. ചിലർ ലക്ഷറി ആയിട്ട് ജീവിക്കും, ചിലരോ സിമ്പിൾ ലൈഫ് ആയിരിക്കും അവർ ചൂസ് ചെയ്യാറുണ്ടാവുക. സം ആർ ട്രീറ്റഡ് വിത്ത് റെസ്പെക്റ്റഡ് ബൈ ദ പോലീസ്. അല്ലെ, പോലീസിന് ചിലരൊക്കെ എന്താണ്, നല്ല മതിപ്പാണ്, ചിലരെ പോലീസ് കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെയോ, സം ഹാവ് ഓപ്പർച്യൂണിറ്റീസ് അതർ ലാക്ക് ദം. എന്താണ്, ചിലർക്ക് എന്താണ് അവസരങ്ങൾ ലഭിക്കാറുണ്ട്, ചിലർക്ക് എന്തില്ല, അവസരങ്ങൾ ലഭിക്കാറില്ല. അപ്പൊ ഇതൊക്കെയാണ് അമർത്യാസന്റെ കണ്ണില് അമർത്യാസൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ എന്താണ്, സൊസൈറ്റിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, സൊസൈറ്റിക്കകത്ത് ഉണ്ടാവുന്ന ഇൻഇക്വാളിറ്റീസ് തന്നെയാണ്, സൊസൈറ്റിക്കകത്ത് ഉണ്ടാവുന്ന അസമത്വങ്ങൾ തന്നെയാണ്. അപ്പൊ അമർത്യാസന്റെ വ്യൂ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ജനറലൈസ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇൻഇക്വാളിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുണ്ട്, ഇനിയുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇനി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് വേറൊരു ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു 21 വരെയുള്ള ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് എന്തായാലും ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ആദ്യം മുതൽ, നമ്മൾ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ 1, 2, 3, 4 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇപ്പൊ ഏകദേശം നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വൺ വേർഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഓരോ ചോദ്യം ആൻസർ ചെയ്യുമ്പോഴും മുകളിൽ ആ ഇൻസ്ട്രക്ഷൻ വൃത്തിക്ക് വായിക്കാം. അതായത് 1 മുതൽ 5 വരെ, അല്ലെങ്കിൽ ഇപ്പോ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ആദ്യം 5 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. പക്ഷെ ചിലർ അത് നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അത് കാണാതെ എന്ത് ചെയ്യും, 6 എണ്ണത്തിന് ഉത്തരം എഴുതി വെക്കും. എന്നിട്ട് പിന്നെ ബാക്കി എസ് എഴുതാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പൊ അവർ ക്വസ്റ്റ്യൻ തരുന്നതും നമ്മൾ ആ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരെ ആ ഒരു 2.5 മണിക്കൂർ നമുക്ക് എഴുതാൻ പാകത്തിനുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഇൻസ്ട്രക്ഷൻ വായിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല, ആ ഇൻസ്ട്രക്ഷൻ തെറ്റിയിട്ടാണ് ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എസ് എഴുതാൻ എന്ത് ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അപ്പൊ 4 മാർക്കിനുള്ളത് കുറച്ച് എഴുതുക, വലിയ എസ് ഉള്ളത് കൂട്ടി എഴുതാം. 2 മാർക്കിനുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1.5 പേജിൽ എഴുതാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എങ്ങനെ പോലെ 2 മാർക്കേ അവിടെ കിട്ടത്തുള്ളൂ. അപ്പോ പിന്നെ എന്താ പറയാ, ചിലപ്പോ ഇനിയിപ്പോ നിങ്ങൾ ഓപ്ഷൻ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഉത്തരം അറിയാം, ഡി ആണ് ഉത്തരം. അപ്പൊ ഡി എന്ന് എഴുതിയിട്ട് തന്നെ ആൻസർ എഴുതുക. പകരം സി എന്ന് എഴുതിയിട്ട് ആ ആൻസർ എഴുതി കഴിഞ്ഞാൽ, അതായത് ഡി, അതായത് ഇപ്പോ ഡി സ്റ്റഡി ആൻഡ് അൺറാവൽ ദ കണക്ഷൻ ബിറ്റ്വീൻ എന്ന് തന്നെയാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഡി ഉള്ളടത്ത് നമ്മൾ സി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ്, മാർക്കൊക്കെ അങ്ങനെ പോകും. അതുകൊണ്ട് വൃത്തിയായിട്ട് ഓപ്ഷനും
ആൻസറും ചൂസ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എക്സാം കഴിഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടില്ലേ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലേ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റി വെച്ചോളാം. എന്നിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യുക. അതിനാണ് ഞാൻ ആ 5 മിനിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ചിട്ട് പോവുക, വായിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കണം. താങ്ക് യു.